ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ വെറൈറ്റി റൈസാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ലഞ്ച് ബോക്സിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളതാട്ടോ. അതേപോലെ ഡിന്നറിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഈ റൈസ് നമുക്ക് തയ്യാറാക്കാം. കോളിഫ്ലവറിൻ്റെ 10 അല്ലികൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു വലിയ സ്പൂൺ മൈദ, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇപ്പം നിങ്ങൾക്ക് മൈദ ഇടണ്ടെങ്കിൽ അത് ഒഴിവാക്കാട്ടോ. എനിക്കതിലൊരു കോട്ടിങ് വരുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മൈദ ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറേശ്ശെ ഒന്ന് വെള്ളം ചാലിച്ചിട്ട് ഇത് ആ കോട്ടിങ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് നമ്മൾ വെള്ളം ഇടുന്നത്. മൈദ ഇട്ടില്ലെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേ എണ്ണയ്ക്ക് 5-10 ചെറിയ ഉള്ളി അരിഞ്ഞതും, ഒരു വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇവിടെ ചെറിയ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരണിട്ടാ. നമ്മൾ ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ. അതിലേക്ക് ഞാൻ ഒരു പിടി ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. നിങ്ങൾക്ക് ക്യാരറ്റ് ഇടണമെങ്കിൽ അതിട്ട് കൊടുക്കാം. അതൊരു 4 മിനിറ്റ് ഞാൻ ഫ്രോസൺ ഗ്രീൻ ബീൻസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് 4 മിനിറ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ടുണ്ട്. കാരണം കോളിഫ്ലവറിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വറുത്ത് വെച്ചത്. അതിനുശേഷം നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ്, ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതും ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒന്നുമില്ല ചെയ്യാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇതൊക്കെ എൻ്റെ പരീക്ഷണങ്ങളാട്ടോ. എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി റൈസുകൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ വീഡിയോ ആക്കി ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.